ഹലോ ഗായ്സ്, ഹാപ്പി ഓണം. എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളിതാ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ഓണം സെലിബ്രേറ്റ് ചെയ്തത് ഒരാഴ്ച മുന്നെയാണ്. എല്ലാവരും അന്നായിരുന്നു ഫ്രീ. അപ്പോൾ ഞാനും ഗോകുലും ഇതാ റെഡിയായി നമ്മളെ ഏൽപ്പിച്ച കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടേക്ക് പോവാണ്. ഞങ്ങളുണ്ടാക്കിയത് സാമ്പാറും പരിപ്പ് കറിയും അതുപോലെ തന്നെ പായസമായിരുന്നു കേട്ടോ. പായസം പക്ഷേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, പക്ഷെ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയ കറികളൊക്കെ ഇവിടെതായിരിക്കുന്നുണ്ട്. എല്ലാവരും ഓരോരോ കറികൾ ഉണ്ടാക്കിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ ബോയ്സ് ഇതാ അവരുടെ കുക്കിംഗ് സെക്ഷനിൽ കയറി ചോറും പപ്പടമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവർ രണ്ടുപേരാണ് പപ്പടം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഇതിലേക്ക് ജോയിൻ ചെയ്തതൊരു കോമ്പറ്റീഷനായി മാറി, ആര് നന്നായി പപ്പടം ഉണ്ടാക്കും എന്നുള്ളത്. സാരിയൊക്കെ എടുത്ത് രണ്ടുപേര് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, സാരി ഉടുത്ത് മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നൈസായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പടം ഉണ്ടാക്കൽ കോമ്പറ്റീഷനാണ്. ആരിടുന്ന പപ്പടമാണ് ഏറ്റവും നന്നായിട്ട് വരിക എന്നാണ് ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചെസ് നമ്പർ 2 അടുത്ത പപ്പടം പിടിച്ചത് അടുത്ത ആൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ സാധാരണ കളിച്ച ഗെയിംസിനേക്കാൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നത് ഈ പപ്പടം വറുക്കൽ ഗെയിമിലായിരുന്നു എന്ന് എനിക്ക് തോന്നണേ. ഞാൻ പിന്നെ പണ്ടേ മടിച്ചായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് തിന്നു, ഞാൻ പപ്പടം വറുത്തില്ല കേട്ടോ. അങ്ങനെ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞ് നമ്മളിതാ ഫോട്ടോ സെക്ഷനിലേക്ക് കടന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വേഗം ഫോട്ടോ എടുത്ത് പോകാനാണ് നമ്മൾ നോക്കിയിരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോളിൻ്റെ വീഡിയോഗ്രാഫി സ്കിൽസാണ് കേട്ടോ. പിന്നെ ബോയ്സിൻ്റെ ഫോട്ടോ സെഷനാണ് അടുത്തത് വന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? എൻ്റെ സാരിയും ബ്ലൗസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ നാളായി ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിട്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആക്ച്വലി നമ്മൾ സദ്യ കഴിക്കാൻ പോകുമ്പോഴത്തേനും 5 മണിയായിരുന്നു. നമ്മുടെ ഒരുക്കവും അതുപോലെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ ടൈമായി. അപ്പോൾ എല്ലാവരും സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴെ ഷീറ്റ് വിരിച്ചത് അടിയിൽ കാർപ്പറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അതിലല്ലെങ്കിൽ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത് കളയാനായിട്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ സദ്യ. നല്ല രസമുണ്ടല്ലേ. എൻ്റെ സാമ്പാർ ഒഴിച്ചു, അടിപൊളി സദ്യയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പോവാണ്. അങ്ങനെ റെസ്റ്റിങ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഗെയിം കളിച്ച് നമ്മുടെ അവിടെ ഒരു ഡേ അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ. എന്തായാലും നിങ്ങൾ ഗെയിമൊക്കെ കാണും. മമ്മൂട്ടി മീൻകാരനെ ആണോ? അയ്യോ, മമ്മൂട്ടി മീൻകാരനെ പടയതല്ലേ? അതെ പടം കളിക്കാൻ പറ്റുമല്ലേ? പറഞ്ഞേ കുപ്പിവള നിവിൻ പോളിയാണ്. നിവിൻ പോളി അച്ചു വർഗീസുള്ള ആ സിനിമയുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടർ എനിക്ക് മനസ്സിലായി. നയൻതാരൊക്കെ ഉള്ളവരാ. സത്യം കറക്റ്റ്. പണ്ടത്തെ പടം, പുതിയ പടം, പുതിയ പടമാണോ? അല്ല, നിവിൻ പോളി ഇപ്പൊ ഈ അടുത്ത് വേൾഡ് ടൈം ആ ഇന്ത്യൻ കറൻസി, ഇന്ത്യൻ റുപ്പി, കാശ് മോദിജി, നരേന്ദ്ര മോദി ബാൻ ചെയ്തപ്പോ മണി ഇതൊക്കെ സ്ട്രക്ചർ കൂള് ഫൗണ്ടൻ ഫോളോ വിഗ്രഹം പണിയത് സത്യം ബുർജ് പാനിപൂരി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു ഓണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.